ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ ഒക്കെ സമയത്ത് സ്നാക്കിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം അടുക്കളയിലൊന്നും ചിലവഴിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ വേവിച്ച ചിക്കൻ തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നോമ്പൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കൂടുതൽ അളവിൽ സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അളവിൽ ചിക്കൻ വേവിച്ച് വെക്കലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വേവിച്ച ചിക്കൻ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി പച്ചക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇത് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി വേവിക്കാത്ത ചിക്കനാണെങ്കിൽ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മസാല തേച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വേവിക്കാത്തതാകുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടട്ടെ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ ഒരു കഷ്ണം സവാള ചെറുതായിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കും ഉള്ളിയും ഒരുപാടങ്ങ് വെന്ത് പോവേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും, ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയും മതിയാവും. ആ ഒരു ഇളം വേവാണ്, ഒരു പാകത്തിന് വേവാണ് ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മയണൈസാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മയണൈസാണ്. അപ്പോൾ ഇതിലേക്ക് 2 മുട്ടയുടെ വെള്ളയും 2 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ പിന്നെ വിനാഗിരിയും പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിലേക്ക് പാകത്തിന് ഓയിലും സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അങ്ങനെ പോയിട്ട് നോക്കിയാലും മതിയാവും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് 2 ഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല കേട്ടോ, നേരിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും ഇതുപോലെ ഒന്ന് മൊരിപ്പിക്കുകയാണെങ്കിൽ. നെയ്യൊന്നും ചേർക്കണം എന്നില്ല, ഇനി നെയ്യ് ചേർത്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് 2 ഭാഗം ഒന്ന് ചൂടാക്കി ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഒരു കഷ്ണം ബ്രെഡ് എടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മയണൈസ് ഒരു സ്പൂണ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ഇതിൻ്റെ മുകളിൽ ഇനി ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണമെന്നില്ല. കുറച്ച് മയണൈസും അതിന് മുകളിൽ ചിക്കൻ്റെ ഫില്ലിങ്സും വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും വിതറി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമില്ല കേട്ടോ. ഏറ്റവും മുകളിലും മയോണൈസ് ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഫോട്ടോ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 2 ലെയറായിട്ട് മാത്രം ചെയ്ത് കൊടുത്താലും മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി വെജിറ്റബിൾസിൻ്റെ മിക്സ് വച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, അടിപൊളി ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി ഇഫ്താർ സ്നാക്കുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.